എല്ലാവർക്കും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂവിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ പേഴ്സണാലിറ്റി, അതായത് സൈക്കോളജിയിലെ പേഴ്സണാലിറ്റി പാർട്ട് 3 ക്ലാസ് ആണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പേഴ്സണാലിറ്റി ട്രേറ്റ്, പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റ് ഒക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി, അതായത് ഒരാളുടെ പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. രണ്ട് മെയിൻ ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് ഹെറിഡിറ്റി, രണ്ട് എൻവയോൺമെന്റ്. അപ്പം ഹെറിഡിറ്റി എൻവയോൺമെന്റുമാണ് രണ്ട് മെയിൻ ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഹെറിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ നമ്മുടെ പേരൻസിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ജീൻസ്, ജെനറ്റിക്സ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഹെറിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരുന്ന ആ ഒരു പരിസരം, നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് എൻവയോൺമെന്റിലും വരുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഇതാണ് നമ്മുടെ പേഴ്സണാലിറ്റി, ഒരു വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് വിചാരിക്കാം. അപ്പം അതിൻ്റെ വിത്താണ് ഹെറിഡിറ്റി. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ഇതൊക്കെയാണ് എൻവയോൺമെന്റിൽ വരുന്നത്. അപ്പോൾ വിത്ത് മാത്രം പോരല്ലോ, നമ്മൾ അതിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് അതിന് മണ്ണ് വേണം, അതിന് വെള്ളം കൊടുക്കണം, അതിന് വേണ്ട നല്ല രീതിയിലുള്ള സൂര്യപ്രകാശമൊക്കെ കിട്ടിയാലാണ് ആ ചെടി വളരുള്ളൂ. അപ്പം ഇതാണ് പേഴ്സണാലിറ്റിയിൽ ഹെറിഡിറ്റിക്കും അതേപോലെ തന്നെ എൻവയോൺമെന്റിനും ഉള്ള ഇൻഫ്ലുവൻസ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഹെറിഡിറ്റി നോക്കാം. ഹെറിഡിറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണോ നമ്മുടെ പേരൻസിൽ നിന്ന് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത്, നമ്മൾ ജനിച്ച സമയത്തേ ഉണ്ടാകും. ഇൻബോൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്, നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഹെറിഡിറ്റിയിൽ വരുന്നത്. നമ്മുടെ ജെനറ്റിക്സ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതന്നെ ഈ ഒരു മീമിൽ പറയുന്ന പോലെ തന്നെ ആൾക്കാർ പറയുമല്ലോ, അച്ഛൻ്റെ അതേ ദേഷ്യമാണ് മോന്, അല്ലെങ്കിൽ അമ്മേനെ പോലെ തന്നെയാണ് അവൻ, നല്ലോണം സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അതൊക്കെയാണ് എന്താ പറയുക, നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സ്വഭാവം മാത്രമല്ല, നമ്മുടെ ഫിസിക്കൽ ആസ്പെക്റ്റും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ മുടി, കണ്ണ്, മൂക്ക്. അപ്പോൾ അച്ഛൻ്റെ കണ്ണ്, അമ്മേൻ്റെ മൂക്ക്, വല്യച്ഛൻ്റെ ചിരി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഫിസിക്കൽ ആസ്പെക്റ്റിലും ഹെറിഡിറ്റി വരുന്നുണ്ട്. അത് നമ്മുടെ പ്രസന്റ്, ബിഫോർ ഓർ അറ്റ് ബർത്ത് ആണ്. ദേ ഡിറ്റർമിൻ ദ ഫൗണ്ടേഷൻ ഓഫ് ദ പേഴ്സണാലിറ്റി. ആ ഒരു പേഴ്സണാലിറ്റീൻ്റെ മെയിൻ ഫൗണ്ടേഷൻ ആണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം ഹെറിഡിറ്റിയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ, നമ്മുടെ ഫിസിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻഡോക്രൈൻ സിസ്റ്റം, നെർവസ് സിസ്റ്റംസ്. എൻഡോക്രൈൻ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഉണ്ടാവില്ലേ, എന്താ പറയുക, നമ്മുടെ ഗ്ലാൻസും അത് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. ഹോർമോൺസ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്വഭാവത്തിനല്ലേ, നമ്മുടെ പേഴ്സണാലിറ്റീനെ എങ്ങനെയൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത്. ഇപ്പം പറയും തൈറോയിഡ് കൂടുതലുള്ള ആൾക്കാർ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് എന്നൊക്കെ പറയുന്നേക്കാം. അപ്പം അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതൊക്കെ ഹെറിഡിറ്റിയിൽ വരുന്നത്. പിന്നെ നെർവസ് സിസ്റ്റം, നെർവസ് സിസ്റ്റത്തിൽ നമ്മുടെ ബ്രെയിന്, ന്യൂറോൺസ്, അതൊക്കെ വരുന്നതാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം വെൽ ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റം ഉള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ അവർ ഭയങ്കര ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും, ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, അങ്ങനത്തെ ക്വാളിറ്റീസ് ഒക്കെ അവർ കാണിക്കുന്നുണ്ട്. അപ്പം ഈ മൂന്നുമാണ് മെയിൻ ഹെറിഡിറ്റി ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇപ്പം വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ചില ആൾക്കാർക്ക് എന്താ പറയുക, ജനിച്ചപ്പോൾ തന്നെ അവർക്ക് അവരുടെ പേരൻസിൽ നിന്ന് ഇപ്പം നല്ല ഇൻ്റലിജൻ്റ് ആയിരിക്കും കുട്ടി, അവർ ജനറ്റിക്കലി ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കും. പക്ഷെ ആ ഒരു കുട്ടിക്ക് എന്താ പറയുക, ആ ഒരു ഇൻ്റലിജൻസ് കാണിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഇൻ്റലിജൻസ് വേസ്റ്റ് ആയില്ലേ. അപ്പം അവിടെയാണ് നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് വരുന്നത്. ഇപ്പം ആ ഒരു അവർ ജനറ്റിക്കലി ഇൻ്റലിജൻ്റ് ആണ്, പക്ഷേങ്കിൽ അവർക്ക് അത് കാണിക്കാനുള്ള ഒരു എന്താ പറയുക ചുറ്റുപാടില്ല. അപ്പം പഠിക്കാനൊന്നും പോകുന്നില്ല, പഠിക്കാൻ പോകാനുള്ള ഒരു സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല എങ്കിൽ ആ ഇൻ്റലിജൻസ് അവിടെ വേസ്റ്റ് ആയി. അപ്പം അതുകൊണ്ട് ഹെറിഡിറ്റി പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മക്കൾ ഡോക്ടർ ആവുന്നതെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പം അവരുടെ ആ ഒരു ഇൻ്റലിജൻസ്, ആ ഒരു ജീൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. പ്ലസ് ആ ഇൻ്റലിജൻസ് കാണിക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റ്, പഠിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അത് കാണിക്കാനുള്ള ഒരു അവസരവും ആ കുട്ടിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഹെറിഡിറ്റി മെയിനായിട്ടും എന്താ പറയുക, ആ ഒരു റോ മെറ്റീരിയൽ ആണ്. ഈ ഒരു എൻവയോൺമെൻ്റ് ആണ് ആക്ച്വലി അതിനെ മോൾഡ് ചെയ്തിട്ട് ഒരു എന്താണോ സാധനം അതാക്കുന്നത് ഈ എൻവയോൺമെൻ്റ് ആണ്. ഇപ്പോൾ ഈ എൻവയോൺമെൻറ്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ സൊസൈറ്റി ഉണ്ട്. എന്തൊക്കെ എൻവയോൺമെൻറ്റിൽ വരുന്ന ഫാക്ടേഴ്സ് നോക്കാം. തന്നെ
ഒന്ന് നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സിലാണ് നമ്മുടെ ഫാമിലി വരുന്നത്. എങ്ങനെയാണ് നമ്മുടെ പേരൻസിന്റെ ഇൻഫ്ലുവൻസ്, അതായത് സ്ട്രിക്റ്റ് പേരൻസ് ആണോ അല്ലെങ്കിൽ വേറെ ചില്ലായിട്ടുള്ള പേരൻസ് ആണോ, അതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കറിയാലോ എങ്ങനെയൊക്കെ ആയിരിക്കും ആ കുട്ടീനെ വളർത്തിയിട്ടുണ്ടാവുക, ആ കുട്ടി എങ്ങനെയൊക്കെ ആയിരിക്കും ആവുക. ഇപ്പൊ ചിൽ പാരൻസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ആ കുട്ടീൻ്റെ പേഴ്സണാലിറ്റിനെ അതിനെ എഫക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഹോം എൻവയോൺമെന്റ്, വീട്ടിലെ സൗകര്യങ്ങൾ സപ്പോർട്ടീവ് ആണോ വീട്ടുകാരും വീടും. അതേപോലെ തന്നെ നമുക്ക് വേണ്ട എന്താ പറയുക, നമ്മുടെ എന്തൊക്കെയാണോ നമുക്ക് ജനറ്റിക്കലി കിട്ടിയത് അതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ആണോ, സപ്പോർട്ടീവ് ആണോ അല്ലെങ്കിൽ സപ്പോർട്ടീവ് അല്ലാത്തൊരു എൻവയോൺമെന്റ് ആണോ. പിന്നെന്താ നമ്മുടെ നെയ്ബർഹുഡ്, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പിന്നെ വരും അതിൻ്റെ അകത്ത്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് വരും, നമ്മുടെ സ്കൂൾ വരും, നമ്മുടെ ടീച്ചേഴ്സ് വരും. ഇതൊക്കെ ഈ സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. അപ്പം ഇവർക്കൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ അത്രയും ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ പേഴ്സണാലിറ്റി. ഇപ്പം പറയില്ലേ ചീത്ത കൂട്ടുകെട്ടിൽ പോയിട്ട് ആ കുട്ടി ഇങ്ങനെ ആയത് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ആ ആ ഒരാൾക്ക് അവരുടെ ഫ്രണ്ട്സിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് ആ കുട്ടി ഇങ്ങനെയാവുന്നത്. അതൊക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആവുന്നതിന്. പിന്നെ വരുന്നതാണ് നമ്മുടെ കൾച്ചറൽ ഫാക്ടേഴ്സിലാണ് ഈ കൾച്ചറൽ ഫാക്ടേഴ്സിൽ വരും നമ്മുടെ ട്രഡീഷൻസ്, അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റംസ്, നമ്മുടെ ലാംഗ്വേജ്, ഇതൊക്കെ. അതായത് നമ്മൾ വളരുന്ന ഒരുപാട് മൂല്യങ്ങളൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടാകും. അവരുടെ ഫിലോസഫീസും കാര്യങ്ങളൊക്കെ അവരുടെ കൾച്ചറിൽ നിന്നാണ് അവർക്ക് ആ ഒരു സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഇന്ത്യൻ കൾച്ചറും അമേരിക്കൻ കൾച്ചറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പം ഇന്ത്യയിലത്തെ ആൾക്കാർ എങ്ങനെയാണ്, അമേരിക്കത്തെ ആൾക്കാർ എങ്ങനെയാണ്, നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ സ്വഭാവമൊക്കെ അവരുടെ കൾച്ചർ കാരണം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ മാക്സിമം നല്ല കൾച്ചറുള്ള ആൾക്കാരായിട്ട് വളരാൻ ശ്രമിക്കുക. അടുത്ത ഫാക്ടറാണ് എക്കണോമിക് ഫാക്ടർ അല്ലെങ്കിൽ ദുട്ട്, പൈസ. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പം എത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി, അവർക്ക് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ആ കുട്ടിക്ക് സൗകര്യങ്ങളില്ല, പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എല്ലാ രീതിയിലും എന്താ പറയുക എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടിക്ക് അത് കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. പിന്നെ ഭയങ്കര എക്കണോമിക്കലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഫാമിലീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് എന്തായിരിക്കും, ആ ഒരു ഫാമിലിയിൽ വളർന്ന ആൾക്കാർക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാകും, അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാകും, പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൂടും. അപ്പം അവർ വിചാരിച്ച പോലെ തന്നെ അവർക്ക് കാര്യങ്ങൾ നീങ്ങണം എന്നില്ല. അപ്പം ദുട്ട്, പൈസ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇൻ വൺസ് ലൈഫ്. ഓക്കെ. അടുത്തതാണ് മാസ് മീഡിയ നമുക്കിപ്പോൾ തന്നെ മനസ്സിലാകാം. സോഷ്യൽ മീഡിയ, TV, ഫിലിംസ് ആയിക്കോട്ടെ, ന്യൂസ് പേപ്പർ, ഇന്റർനെറ്റ്, ഇതൊക്കെ എത്രത്തോളം മനുഷ്യനെ ഇപ്പം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബിക്കോസ് സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെ തരം ന്യൂസുകൾ വരുന്നുണ്ട്, അതെങ്ങനെയൊക്കെ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ചെറിയ പിള്ളേരൊക്കെ തന്നെ റീലെല്ലാം ഇടുന്ന കാണുന്നില്ലേ, ഭയങ്കര ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ പോലെ അവർ റീലിടുന്നുണ്ട്. അതൊക്കെ ഇതൊക്കെ കണ്ട് അവർ ഇൻഫ്ലുവൻസ് ആയിട്ട് അവരത് കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വായിക്കുന്നതും നമ്മൾ ഇടുന്ന കണ്ടന്റ് ഒക്കെ അത്രയും റിലയബിൾ ആയിരിക്കണം. ഫോൾസ് ആയിട്ടുള്ള മെസ്സേജ് ഇട്ടിട്ട് അത് ഒബ്വിയസ്ലി ആൾക്കാർ കാണും, അവർ അതുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നു. ഇപ്പം ആക്ച്വലി ഒരാൾ എങ്ങനെ ആയിരിക്കണം എന്ന് വരെ തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ ആയി എന്ന ആ ഒരു രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പം ഒരുപാട് കാര്യങ്ങളുള്ള അഡ്വൈസ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും അതാണ് ശരി എന്നുള്ളത്. അതങ്ങനെ വിശ്വസിച്ചിട്ട് നമ്മൾ അതേ രീതിയിൽ തന്നെ നമ്മളിപ്പോൾ ഈവൻ പിള്ളേരെ വളർത്തുന്ന രീതി വരെ സോഷ്യൽ മീഡിയയിൽ നമുക്കിപ്പോൾ കാണാം. അപ്പം അതൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ തന്നെ എല്ലാവരുടെയും പേഴ്സണാലിറ്റി, അവരുടെ സ്വഭാവമൊക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് 2 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ഏതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്? ഒന്ന് ഹെറിഡിറ്റി, ഒന്ന് എൻവയോൺമെന്റ്. ജനിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ നമ്മുടെ പേരൻസിൽ നിന്ന് കിട്ടിയോ അതാണ് ഹെറിഡിറ്റി. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ലെസ് ഇൻ്റലിജൻ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ, പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നീ എന്താടാ ഇങ്ങനെയെന്ന് വീട്ടുകാർ ചോദിക്കുമ്പോൾ പറയാം, നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം, വീട്ടുകാരുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ബുദ്ധിയാണ് കുട്ടിക്കും കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ആയത് എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഇറ്റ് സയൻറ്റിഫിക്കലി പ്രൂവൺ. പിന്നെയാണ് എൻവയോൺമെന്റ്, അതായത് നമ്മുടെ കൂട്ടുകാര്, നാട്ടുകാര്, വീട്ടുകാര് എല്ലാവരും ഈ എൻവയോൺമെന്റിൽ പെടുന്നുണ്ട്. അവരുമായിട്ട് നമ്മൾ എങ്ങനെയാണോ ഇന്ററാക്ട് ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നു. ഇതാണ് 2 ഫാക്ടേഴ്സ്. അപ്പം നന്ദി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.